ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല നെയ്ച്ചോറിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ബീഫ് വരട്ടിയത് പിന്നെ ബ്രെയിൻ ഫ്രൈ. അപ്പോൾ ഇത് മൂന്നിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഈ ഒരു ബീഫ് വരട്ടിയത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ മസാല നെയ്ച്ചോറ്, ബ്രെയിൻ ഫ്രൈൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പെല്ലാം ഇട്ടിനി, എന്നാലും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബീഫ് വരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ബീഫ് നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം വാർത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉള്ളിയും തക്കാളിയും എല്ലാം ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെയിൻ തന്നെ വൃത്തിയാക്കണം. അപ്പോൾ ഞാനത് അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് വരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ 2 വലിയ ഉള്ളി തന്നെ എടുക്കണേ, നീളത്തിലരിഞ്ഞത് കൂടി ഇതിൽ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിക്കൊടുക്കുന്നതിനിടയ്ക്ക് നമുക്ക് എന്താക്കാം, ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക്, അത് നിങ്ങൾക്ക് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇത് കറക്റ്റ് തന്നെയാണ്, 4-5 ചേർത്ത് കൊടുക്കുന്നത് കറക്റ്റ് തന്നെയാണ്. പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് വാട്ടിക്കൊടുക്കാൻ. എന്നിട്ട് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നതിനൊന്ന് വാട്ടിക്കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പന്നെ വേണം നിർബന്ധമൊന്നുമില്ല, പൊടിയുപ്പ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഉള്ളിയുടെ നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഉള്ളിയെല്ലാം ഒരു സൈഡിനായി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൊടികളൊന്ന് വറുത്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിയായിട്ട് നല്ലോണം മിക്സായി കൊടുക്കുക. അപ്പോൾ കളറെല്ലാം മാറിയതിന് ശേഷം ഞാനിതാ ഉള്ളിയും പിന്നെ ഈ മസാലപ്പൊടി എല്ലാം കൂടിയിട്ട് മിക്സായി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇറച്ചി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഷാൻ്റെ ഈ ഒരു ഇറച്ചി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏതായാലും കുഴപ്പമൊന്നുമില്ല, ഏത് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇറച്ചി മസാല ചേർത്ത് കൊടുത്താൽ മതിയെന്നേ ഉള്ളൂ. അതൊരു 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സായി കൊടുക്കാം. ഈ സമയത്ത് തീ കുറച്ച് കൂട്ടിക്കോ. നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ തക്കാളിയാണ് എടുത്തത്. അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സായി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ ഒരു പിടി മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തക്കാളി നല്ലോണം വാടിക്കിട്ടണം. നല്ലോണം വാടിക്കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലോണം വാടിയിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ച പിന്നെ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ്, നല്ലോണം ഫൈനായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കരുത്. ക്രഷ് ചെയ്ത കുരുമുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സായി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി വാട്ടി കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുക്കറിൻ്റെ മൂടി ഇട്ടതിന് ശേഷം ആദ്യം തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിൽ വരുത്താൻ, എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ വരുത്താൻ. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് വെന്ത് കിട്ടും. ഇനി നമുക്ക് മസാല നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ഞാനിതാ അരി എടുത്തിട്ടുണ്ട്. ഞാൻ 3 ഗ്ലാസ് ജീരകശാല അരിയാണ് എടുത്തത്. അത് നമുക്ക് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വാർത്തിയെടുക്കാം. പിന്നെ ഞാൻ നെയ്ച്ചോറ് വെക്കുന്നത് അരി വറുത്തിട്ടാണ് കേട്ടോ. അരി വറുത്തിട്ടാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം വേണം, നല്ല തിളച്ച വെള്ളം. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് അരിയാണെന്നല്ല എടുത്തത്. 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഞാനത് നല്ലോണം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ ചോറുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലും 4 ടേബിൾ സ്പൂൺ ആർക്കേജും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം പട്ട, 5 ഗ്രാമ്പൂ, 5 ഏലക്കായ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു വലിയ ഉള്ളിൻ്റെ പകുതി നീളത്തിൽ മുറിച്ചതും കൂടി ചേർത്തിട്ട് ഒന്ന് വാട്ടിക്കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചതും പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും പിന്നെ 2 പച്ചമുളകും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ കഴുകി വെള്ളം വരാൻ വെച്ച അരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് വറുത്ത് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി കൊടുക്കണ്ട, പിന്നെ ചെറിയൊരു തീയിൽ വെച്ചിട്ട് ഇങ്ങനെ വറുത്ത് കൊടുത്താൽ മതി.
പിന്നെ ഞാൻ ഇതിനൊക്കെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നെയ്യിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ നെയ്യിൽ ഇടാൻ മറന്നു വയ്ക്കാമെന്ന് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ 4.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. സാധാരണ ചെമ്പിൽ വെക്കുന്ന ഞാൻ 5 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കലുണ്ട്. പക്ഷേങ്കിൽ പിന്നെ കുക്കറിലായതുകൊണ്ട് ഞാൻ 4.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു പുളിനാരങ്ങൻ്റെ പകുതി അതിൻ്റെ നീര് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ. ഒരു വിസിൽ വന്നിട്ട് അതിൻ്റെ ആവിയിൽ പോയതിന് ശേഷം തുറന്നു കൊടുത്താൽ മതി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബീഫ് ഇതാ വെന്തിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ തുറക്കുമ്പോൾ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഈ ഒരു ബീഫ് വരട്ടീന്. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന എല്ലാം നല്ല എളുപ്പമാണ്. പിന്നെ ബീഫ് വരട്ടിയതും നെയ്ച്ചോറും എല്ലാം നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ്. ഇനി നമുക്കിതാ ബ്രെയിൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബ്രെയിൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു കപ്പിൽ നിറച്ചൊന്ന് വെള്ളം ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് വെന്ത് വരണമല്ല. അപ്പോൾ നമുക്ക് അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് വേവിക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്ന് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ ബ്രെയിന് അങ്ങനെ കട്ട് ചെയ്തിട്ടില്ലല്ലോ. ഇത് നല്ലോണം വെന്തതിന് ശേഷം നമ്മളൊരു സ്പൂൺ വെച്ചിട്ടെങ്ങാനോ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളിലെല്ലാം അങ്ങ് മുളക് പിടിച്ചോളൂ കേട്ടോ. ബ്രെയിനിൽ എല്ലായിടത്തൊന്നും മുളക് പിടിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേവിക്കുന്ന സമയത്ത് തന്നെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നെയ്ച്ചോറ് ഇട റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മസാല ചോറാണ് ഇത്. അപ്പോൾ ഇതും നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബ്രെയിൻ ഇതാ വെന്തിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഓല എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബ്രെയിൻ ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ബ്രെയിൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഈസിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് മൂന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകാനാണ്. അപ്പോൾ നല്ല മസാലച്ചോറും ബ്രെയിൻ ഫ്രൈയും പിന്നെ ബീഫ് വരട്ടിയതും നല്ല കോമ്പിനേഷനാണ്. പിന്നെ നമുക്ക് ഈ ബീഫ് വരട്ടിയത് എന്തിനും നല്ല കോമ്പിനേഷനാണ്. പൊറോട്ട പിന്നെ അതുപോലെ തന്നെ പുട്ട് ഇതുപോലെ നെയ്ച്ചോറ് എന്തിനും തന്നെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് മൂന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ബ്രെയിന് വേവിക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ മുളക് ഇട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ. മുളക് കുറഞ്ഞു പോയാൽ പിന്നെ ഫ്രൈ ചെയ്ത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചധികം തന്നെ മുളക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല രസമായിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.